CAA പ്രകാരമുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ് സംസ്ഥാന സർക്കാർ കൊല്ലത്ത് സ്ഥാപിച്ചുവെന്ന BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധം. കൊല്ലത്ത് പ്രവർത്തിക്കുന്നത് വിവിധ കേസുകളിൽപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത വിദേശികളെ പാർപ്പിക്കുന്ന ട്രാൻസിറ്റ് ഹോം. നുഴഞ്ഞുകയറ്റക്കാർ ആരും തന്നെ ഇവിടെ ഇല്ലെന്ന് ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസറും പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമപ്രകാരമുള്ള നുഴഞ്ഞുകയറ്റക്കാരെ പിടിച്ചകത്തിടാനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ് കൊല്ലത്ത് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞത്. എന്നാൽ ഇതിലെ വാസ്തവം എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം. BJP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ കോൺസെൻട്രേഷൻ ക്യാമ്പ് തേടിയുള്ള ഞങ്ങളുടെ അന്വേഷണം എത്തിയത് കൊട്ടിയത്താണ്. ഈ കാണുന്ന സെന്ററിന് മുന്നിൽ K. സുരേന്ദ്രൻ പറഞ്ഞ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞില്ല. പകരം കാണാൻ കഴിഞ്ഞത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള ട്രാൻസിറ്റ് ഹോമാണ്. ഇനി ട്രാൻസിറ്റ് ഹോം എന്താണെന്നറിയണം. അതിന് ഞങ്ങൾ സാമൂഹ്യനീതി വകുപ്പിന്റെ കൊല്ലം ജില്ലാ ഓഫീസിലെത്തി. ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ ഹരികുമാരൻ നായർ അക്കാര്യത്തിൽ വ്യക്തത വരുത്തി. കേരള സർക്കാർ ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു 3 വർഷത്തോളമായി തുടങ്ങിയ ഒരു സ്ഥാപനമാണത്. അത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം ഒരു 25ഓളം താമസക്കാരുണ്ട്. അവരുടെ രേഖകൾ ആ രാജ്യത്ത് നിന്ന് ക്ലിയർ ആകുന്ന മുറയ്ക്ക് നമ്മൾ ഇവരെ തിരിച്ച് പറഞ്ഞവരെ രാജ്യത്തേക്ക് വിടുന്നുണ്ട്. നുഴഞ്ഞുകയറ്റക്കാരെ ആരും തന്നെയില്ല. ഒരു വിവിധ മറ്റുള്ള കേസുകളിൽപ്പെട്ട് വന്ന് താമസിക്കുന്ന ആൾക്കാരാണ്. അവർ യാതൊരു ശല്യവും ഇല്ല. നമ്മൾ ഏകദേശം 5 പേരെ ഇതിനകത്ത് കയറ്റിവിട്ടിട്ടുണ്ട്. നൈജീരിയൻ പൗരന്മാർ ഫയൽ ചെയ്ത കേസിലാണ് ഹൈക്കോടതി ട്രാൻസിറ്റ് ഹോം തുടങ്ങാൻ ഉത്തരവിട്ടത്. 2021 മെയ്യിൽ ആഭ്യന്തര വകുപ്പിന് കീഴിൽ തൃശൂർ പൂങ്കുന്നത്ത് ആരംഭിച്ച സ്ഥാപനം പിന്നീട് സാമൂഹ്യനീതി വകുപ്പിന്റെ നിയന്ത്രണത്തിൽ കൊല്ലം കൊട്ടിയത്തേക്ക് മാറ്റുകയായിരുന്നു. ഒരു നുഴഞ്ഞുകയറ്റക്കാരൻ പോലും ഇവിടെയില്ലെന്ന് ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ പറയുന്നു. നൈജീരിയ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ 25 പേരാണ് നിലവിൽ ട്രാൻസിറ്റ് ഹോമിലെ അന്തേവാസികൾ. ചുരുക്കം പറഞ്ഞാൽ BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞ കോൺസെൻട്രേഷൻ ക്യാമ്പും ഈ കാണുന്ന ട്രാൻസിറ്റ് ഹോമും തമ്മിൽ പുലബന്ധം പോലുമില്ലെന്ന് വ്യക്തം. കൊട്ടിയത്തെ ട്രാൻസിറ്റ് ഹോമിന് മുന്നിൽ നിന്നും പ്രതിഭാളത്തുകളിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.